ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പഴയ വീടുകളാണെങ്കിലും പുതിയ വീടുകളാണെങ്കിലും നമ്മൾ വീടിൻ്റെ വലിപ്പം ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഷോ വാളുകൾ കൊടുക്കാറുണ്ട്. അതായത് ഷോ വാളുകൾ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന വ്യൂസ്, അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വ്യൂ ഭയങ്കര വലുപ്പമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതായത് ചെറിയ വീടുകൾ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന പഴയ ഒരു വീടാണ്. പഴയ ഒരു വീട് രണ്ടാമത് പൊളിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ വശം കാര്യങ്ങൾ ഒരു റൂം കാര്യങ്ങൾ എടുക്കുന്നതാണ്. എന്നാൽ ഒരു റൂം എടുത്തതിന് ശേഷം ഈ തൊട്ടിപ്പുറത്ത് വരുന്ന ഏരിയകളിൽ നമുക്ക് വീടിൻ്റെ നല്ല വലിപ്പവും ഒരു പിന്നും കൊടുത്ത് ക്ലിയർ ചെയ്ത് ഒരു ഷോ വാൾ കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. 2 ഷോ വാളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-40 വർഷം പഴക്കമുള്ള വീടാണ്. ഈ വീടിൻ്റെ ആ ലെവൽ തന്നെ മാറിപ്പോയി. ഏകദേശം പുതിയ ലെവലിൽ തന്നെ കണ്ടംപററി സ്റ്റൈലിലേക്ക് വരുന്ന വീടിൻ്റെ ലെവലിലേക്ക് തന്നെ മാറിപ്പോയി. അപ്പോൾ അങ്ങനെയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് 2 ഷോ വാളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇങ്ങേ അറ്റത്തേക്ക് വരുന്ന ഷോ വാൾ താഴെ നിന്നും പിന്ന് കൊടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ സ്ലാബ് ഇട്ടിട്ട് അവിടെ ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഈ ഷോ വാളാണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ നിലയിൽ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്. അതേ ലെവലിൽ തന്നെ സെയിം തന്നെ ഒരു ഭിത്തി കൂടി കെട്ടിയതിന് ശേഷം ജനലൊരെണ്ണം കൊടുത്തു. അതിനുശേഷം താഴെ നിന്നൊരു പിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പിന്ന് ഏറ്റവും ടോപ്പ് വരെയുണ്ട്. ഈ പിന്നാണ് ഞാനീ പറഞ്ഞ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്ററോളം ഫ്രണ്ടിലേക്ക് തള്ളിയിട്ടതിന് ശേഷം പിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അപ്പുറത്തും ഇതുപോലെ തന്നെ പിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ പിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ ടോപ്പിൽ വന്നതിന് ശേഷം ഇത് പിന്നെ 2 നിലയുടെ ഹൈറ്റ് വരുന്നില്ല. ഒരു പാരപ്പറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു 60 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്ക് വന്നതിന് ശേഷം ഒരു സ്ലാബ് ഇട്ടതിന് ശേഷം അതിൽ 3 സീലിങ്ങിൽ വരുന്ന LED ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ട മുകളിലായിട്ട് അത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ലുക്കായിരിക്കും വീടിന് കാണാനായിട്ട്. അതുപോലെ തന്നെ താഴെയും നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു സർഫസ് ലൈറ്റ്, അതായത് ഒരു സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ട് സർഫസ് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരേ ലെവലിൽ നിൽക്കും. ഇപ്പോൾ അടുത്ത സെറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ തട്ടുപ്പുറത്ത് കാണുന്ന ഷോ വാളാണ്. അതായത് അപ്പുറത്തെ സൈഡ് ഓൾറെഡി റൂം എടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. താഴെ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് അതേ സെയിം ഹൈറ്റിൽ തന്നെ കൊടുത്ത് ഒരു മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാള് ബാക്കിലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വെറുതെ ഒരു ചുമരാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു ജനൽ കൊടുത്തു, പിന്നെ ഒരു സൺഷൈഡ് കൊടുത്തു. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ആ പിന്നെ ലെവൽ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ടോപ്പിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലെവൽ ചെയ്ത് കൊടുത്തു. അവിടെ തന്നെ നമുക്കൊരു LED സ്ട്രിപ്പ് അല്ലെങ്കിൽ LED ബോക്സ് കൂടി കൊടുത്തതിന് ശേഷം 3 LED ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന 2 മെയിനായിട്ട് വരുന്ന ഷോ വാളുകൾ കൊടുത്തിരിക്കുന്നത്. ഈ 2 ഷോ വാളുകൾ കൊടുക്കുമ്പോൾ തന്നെ വീടിൻ്റേത് ലുക്ക് ചേഞ്ച് ആയി കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഈ ഷോ വാൾ കൊടുത്തതിൻ്റെ ബാക്കിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്രസ് വർക്ക് കാര്യങ്ങളോട് ചെയ്തെടുത്താൽ വേണമെങ്കിൽ പിന്നീട് ഒരു റൂം സെറ്റപ്പിലേക്കും ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ നല്ല ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോ വാളുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് സംശയങ്ങളോട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.